അപ്പോൾ തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ശ്രീ ഗോകുലം മൂവീസ് ആണെന്നുള്ളത് ലാലേട്ടൻ അല്പം മുമ്പ് പങ്കുവച്ച പോസ്റ്റുകൾ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ വിതരണ ഡിസ്ട്രിബ്യൂഷൻകാരെയും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കർണാടകത്തിലെ ഓംബാല, അതുപോലെ നോർത്ത് ഇന്ത്യയിലെ എ ഫിലിം, അങ്ങനെ വമ്പന്മാർ തന്നെയാണ് ഈ ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത് എന്ന് കേൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നാളെ 12 മണിക്ക് നമ്മൾ കാത്തിരുന്ന ട്രെയിലർ പുറത്തു വരുന്നു. 4 മിനിറ്റിനോളം അടുത്തുള്ള ട്രെയിലറാണ് പുറത്തു വിടുന്നത്. ബോംബെ വെച്ചാണ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കേൾക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് 12 മണിക്ക് തന്നെ ഫംഗ്ഷൻ ആരംഭിക്കും എന്ന് കേൾക്കുന്നു. ഹിന്ദിയിലെ പ്രമുഖ താരങ്ങൾ, ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ താരങ്ങൾ ഈ പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കും എന്നും കേൾക്കുന്നുണ്ട്. ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് നമുക്ക് നാളെ കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഏതായാലും വലിയൊരു ഇന്ത്യൻ സിനിമ കണ്ടതിലും വലിയൊരു ഫംഗ്ഷൻ ആയിരിക്കാം ഇത് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഏതായാലും നാളെ 12 മണിക്ക് ആരംഭിക്കുന്ന നമ്മുടെ ട്രെയിലർ പുറത്തു വിടുന്നത് 1/8-നാണ്. ആ 1/8-ൻ്റെ പ്രത്യേകതയെപ്പറ്റി സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ചെകുത്താൻ്റെ വചനമാണ്, ചെകുത്താനുമായിട്ട് ബന്ധപ്പെട്ടാണ് 1/8 എന്ന് പറയുന്നു. ചിലവർ പറയുന്നു 8-ൽ നിന്ന് 1 കുറച്ച് 7, നാളെ 7-ാമത്തെ ദിവസമാണ് എമ്പുരാൻ ഇറങ്ങാനുള്ള 27 എന്ന് പറയുന്നത്. ആ സംഖ്യയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. ചിലവർ വെളിപാടിൻ്റെ പുസ്തകം എടുക്കുന്നുണ്ട്. വെളിപാട് 1:8 ഞാൻ ആൽഫയും ഒമേഗയും ആദിയും ഒടുക്കവുമാകുന്നു എന്ന് സർവശക്തനായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. നമ്മളിത് കേട്ട് വായിച്ചിട്ടില്ല, ഞാൻ ഈ കമൻറ്റ് കടമെടുക്കുകയാണ്. അങ്ങനെയും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുമായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ എനിക്കും അത് തന്നെ ആകാൻ സാധ്യതയെന്ന് തോന്നുന്നു. കാരണം ലൂസിഫറിൽ നമ്മൾ ദൈവവചനങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ലാലേട്ടൻ്റെ വായിൽ നിന്ന്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെയായാലും 1/8-ന് എന്തോ ഒരു പ്രത്യേകത പൃഥ്വിരാജ് മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം.